ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും റമളാൻ കരീം. അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പീസ് ഒന്നുമില്ല. ഇന്ന് നമ്മൾ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ്ങും ചെറുതായിട്ട് ഒന്ന് ഓർഗനൈസിങ് എല്ലാം ആണ്. സത്യം പറഞ്ഞാലുണ്ടല്ല ഈ വീഡിയോ റമളാന് മുന്നേ ഇടേണ്ട വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് എഡിറ്റിങ്ങും ഒന്നും എന്തെല്ലോ തിരക്ക് കാരണം ഒന്നും കഴിയാണ്ടായിപ്പോയി. എല്ലാം അവിടെ പാതി വഴിയിലായി കേട്ടോ. ഇതിപ്പം നോമ്പെല്ലാം തുടങ്ങി, ഇനിയിപ്പം എന്തായാലും എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ്. പിന്നെ ഓരോരോ വീഡിയോസ് എല്ലാം കാണുമ്പം ഭയങ്കര രസമല്ലേ, ഒരുപാട് ഓർഗനൈസേഴ്സ് എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഓർഗനൈസ് ചെയ്തിട്ടെല്ലാം കാണാൻ. പക്ഷെ അത്രയൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ ഫ്രിഡ്ജ് തുറക്കുമ്പം പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുക്കാൻ പറ്റണം, നല്ലൊരു വൃത്തി തോന്നണം, അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റി, ഒരു ഹാപ്പിനെസ് എല്ലാം നമുക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പം തോന്നണം. ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തതിന് അതാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും എല്ലാം വീഡിയോ ഉപകാരമാകും, ചെറിയൊരു ഐഡിയാസ് എല്ലാം കിട്ടുമെന്നെല്ലാം വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്ക്, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഉണ്ടല്ല നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു മാളിലാണ് കേട്ടുള്ളത്. ഇവിടെ ദേസോ ജപ്പാനിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറച്ച് ചീപ്പായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല നല്ല ഓർഗനൈസേഴ്സ് എല്ലാം കിട്ടും കേട്ടോ. കിച്ചൺ ഓർഗനൈസേഴ്സും ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സും കബോർഡ് ഓർഗനൈസേഴ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഡെക്കോ പീസസ് അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാനിവിടെ ഫുള്ള് ഒന്നും കാണിക്കുന്നൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സെക്ഷനിലേക്ക് പോയിട്ട് വേഗം ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഴ്സും കാര്യങ്ങളെല്ലാം വേഗം എടുത്തിട്ട് പോവാം. പിന്നെ ഇതെല്ലാം കണ്ട, ഇതെല്ലാം കിച്ചൺ കബോർഡിലേക്ക് വേണ്ട റാക്സും ഓർഗനൈസേഴ്സ് എല്ലാം ആണ് കേട്ടോ. പല ഡിസൈനും നല്ല നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിതാ 2 ജാറ് വാങ്ങിയിട്ടുണ്ട്. ഇത് കിച്ചണിലേക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ കിച്ചണിലെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നല്ല നല്ല ജാർസും കണ്ടെയ്നേഴ്സെല്ലാം കിട്ടും. അങ്ങനെ അവസാനം നമുക്ക് വേണ്ട സെക്ഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര കൺഫ്യൂഷനായി പോയി. പല കളേഴ്സും പല ഡിസൈൻസും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഫ്രിഡ്ജിലിപ്പം ഏത് സൈസ് ഓക്കെ ആവും, എന്ത് കളർ എടുക്കണം എന്നെല്ലാം ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിഞ്ഞും മറിഞ്ഞും കളിച്ച് കുറേ നോക്കിയിട്ടെല്ലാം കുറച്ച് ബോക്സസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ആ ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഓർഗനൈസിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ എപ്പോഴും ക്ലീൻ തന്നെ ആയിരിക്കും, പക്ഷെ ഒന്നും അങ്ങനെ ഓർഗനൈസ്ഡ് ഒന്നല്ല. അപ്പോൾ എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് നല്ല രീതിയിൽ ഓർഗനൈസറെല്ലാം വാങ്ങിയിട്ട് ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പം അതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ഫ്രീസർ സെക്ഷനാണ് കേട്ടോ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോകുന്നത്. കാരണം ഫ്രീസറിലുള്ള മോസ്റ്റ്ലി ഐറ്റംസും ഐസ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് കുറേ നേരം അങ്ങനെ പുറത്ത് വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേഗം ആ ഒരു സെക്ഷന് ക്ലീൻ ചെയ്തിട്ട് അവിടെ വേഗം ഓർഗനൈസ് ചെയ്ത് വെക്കുക. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. ഇതിൽ ഞാനൊന്നും മിക്സ് ആക്കിയിട്ടൊന്നുമില്ല. ഞാൻ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ആക്കിയിട്ടെല്ലാം സ്പ്രേ ചെയ്യുന്നത്. അതെല്ലാം നല്ലതാണോ, അതിൻ്റെ സ്മെല്ല് വരുമോ, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് വെക്കും. എന്നിട്ട് ജസ്റ്റ് സ്പോഞ്ചോട് അതെല്ലാം ഒന്നിങ്ങനെ തുടച്ചെടുക്കും. അങ്ങനെ കസരെല്ലാം ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ ഒരു മൈക്രോ ഫൈബർ തുണി വെച്ചിട്ട് മൊത്തമായിട്ട് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കലാണ്. പിന്നെ സ്പഞ്ച് പോകാത്ത ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇടകളെല്ലാം ഉണ്ടെങ്കിൽ അവിടെ ഒരു ടൂത്ത് ബ്രഷോ ഇല്ലെങ്കിൽ നമ്മളെ ബഡ്സില്ലേ അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കച്ചറയെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് മൊത്തമായിട്ട് ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ ഞാൻ മൈക്രോ ഫൈബർ ക്ലോത്താണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ക്ലീൻ ചെയ്യാൻ ബെസ്റ്റാണ്. അതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രിഡ്ജ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും. ഫ്രീസർ സെക്ഷൻ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തുള്ള റാക്സ് എല്ലാം ഞാനിങ്ങനെ സാധാ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് തന്നെ കഴുകി തുടച്ചെടുക്കലാണ്.
പിന്നെ ഞാൻ ഫ്രീസറിലേക്ക് ഇങ്ങനത്തെ കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിയിന്. ഇത് താഴത്ത് വീണാൽ പൊട്ടുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഒരെണ്ണത്തിൽ ഞാൻ ഇതേപോലുള്ള പഫ് പേസ്ട്രിയും സമൂസ ഷീറ്റ് അതെല്ലാം വെക്കുന്നു. ഒരെണ്ണത്തിൽ ഞാൻ ഫിഷ്, പ്രോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ്. എന്നിട്ട് ഇത് രണ്ടും ഞാൻ ആ ഒരു കോർണറിലായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഇങ്ങനെ തന്നെ ഒരു സെയിം ബോക്സ് കാലിയായിട്ട് ഒരെണ്ണം വെക്കുന്നുണ്ട്. അത് ഇനിയിപ്പം നോമ്പിന് എന്തെങ്കിലും സ്നാക്കെല്ലാം ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ അത് പിന്നീട് അതിലിട്ട് വെക്കുക. ഇനിയിപ്പോൾ ഇത് ഐസ് ബോക്സിൻ്റെ മേലെ ആയിട്ടുണ്ടല്ലോ ഞാൻ ഒരു എംപ്റ്റി ബോക്സ് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് സാധാരണ വീട്ടിലുള്ള എണ്ണ ബോക്സാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഞാനൊരു നോൺ സ്ലിപ്പബിൾ മാറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഫ്രോസൺ കുക്ക്ഡ് ബീഫ് വെക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ ഒരു സ്പേസിലായിട്ട് കുറച്ച് ഫ്രോസൺ ഐറ്റംസ് എല്ലാം തന്നെയാണ്. ഫ്രോസൺ പൊറാട്ടാസ്, ഇത് മാംഗോ പൾപ്പാണ് കേട്ടോ. അത് പിന്നെ ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയുണ്ടാവും, ഇത് ഫ്രൂട്ട് പൾപ്പ് തന്നെയാണ് കേട്ടോ. അതെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിപ്ഡ് ക്രീം വിപ്പ് ചെയ്ത ബാലൻസ് ഉള്ളതാണ്, അത് വെക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ കുറച്ച് സ്നാക്സും അതെല്ലാം ആയിട്ട് ആ ഒരു ഗ്യാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ഇതാ പൊട്ടിച്ച കുറച്ച് വിപ്ഡ് ക്രീം ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും കുറേ വിപ്ഡ് ക്രീം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഞാൻ കേക്ക് സെയിൽ ചെയ്യലുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ വിപ്ഡ് ക്രീം കുറേ സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്രീസർ സെക്ഷന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പം ഒരുപാട് സ്പേസ് എനിക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നോമ്പിനേക്കുള്ള കുറേ ഐറ്റംസ് എല്ലാം അവിടെ എല്ലാം ഫില്ല് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ ഇത് ഫുള്ളും എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അങ്ങനെ ദാ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട സാധനങ്ങളാണ് ഇതെല്ലാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൊത്തം ഞാനൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കച്ചറലും ഒന്ന് സ്പഞ്ചിനെ കൊണ്ട് തുടച്ചെടുത്തിട്ട് പിന്നെ ഒരു ക്ലോത്ത് വെച്ചിട്ട് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ പല ആൾക്കാരും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പം മറന്നു പോകാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ആ ഡോറിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പ് അവിടെ എന്തായാലും നല്ലോണം കച്ചറ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പം അത് ഇങ്ങനെയുള്ള ചെറിയ ടൂത്ത് ബ്രഷ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ബഡ്സ് ഇല്ലേ അത് വെച്ചിട്ടോ ഒന്നിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള റാക്സ് എല്ലാം ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് വെള്ളയിലും ഒരു തുണി വെച്ചിട്ട് ഒപ്പിയെടുക്കുക. പിന്നെ കിച്ചണിൽ കഴുകാൻ പറ്റാത്ത ഇങ്ങനത്തെ വലിയ വലിയ റാക്സ് എല്ലാം ഞാൻ ടോയ്ലറ്റിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ കഴുകൽ. ഇനിയിപ്പോൾ ദാ മേലത്തെ സൈഡ് റാക്കിലായിട്ട് ഇങ്ങനത്തെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും അതെല്ലാം എന്നിട്ട് ഞാൻ വെക്കുന്നത്. പിന്നെ എന്താ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളില്ലേ ഈ എസെൻസ്, ഫുഡ് കളേഴ്സ്, പിന്നെ ഒറിഗാനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബോട്ടിൽസ് എല്ലാം
ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള എന്താണെന്നറിയാം, ഈ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ എന്തൊക്കെ ഫുഡാണ് ഓരോരുത്തർ കഴിക്കുന്നത്, നമ്മൾ എന്തെല്ലാമാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാരെയും ഫ്രിഡ്ജ് ഓർഗനൈസേഷന് ചെയ്യുന്നത്. അപ്പം എന്നെക്കാളും നല്ല രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഓഫറിൽ ഉണ്ടാവുമുണ്ടല്ലോ മുട്ട, ഇതേപോലെ കുറേ ട്രേ വാങ്ങിക്കും കേട്ടോ. അന്നേരം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് സ്ഥലം വേണ്ടി വരും ഇതിങ്ങനെ ട്രേയോടെ തന്നെ വെക്കാൻ. അതുകൊണ്ട് ഞാൻ അതിന് പറ്റിയൊരു ബോക്സ് വാങ്ങി. എന്നിട്ട് ആ ഒരു എഗ്ഗിൻ്റെ ട്രേ കട്ട് ചെയ്തിട്ട് താഴെ വെച്ച് കൊടുത്ത്, എന്നിട്ട് ഫുള്ള് ട്രേയിൽ എടുത്ത് വെച്ച്. അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സ്ഥലം ലാഭം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇങ്ങനത്തെ 2-3 ബോക്സസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ബോട്ടിൽസും അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റാക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങാണ്ട് കിടക്കും. അപ്പോൾ ഞാൻ ഒന്നിൻ്റെ അകത്ത് ഇങ്ങനത്തെ പൊട്ടിക്കാത്ത കുറച്ച് വിപ്പിംഗ് ക്രീംസ് എല്ലാം ഉണ്ട്, അതെല്ലാം നോക്കുന്നത്. ഇനി വേറൊരെണ്ണത്തിൽ ഞാൻ കുറച്ച് ബോട്ടിൽസ് എല്ലാം വെക്കുന്നത്, തഹീനി പേസ്റ്റ്, കോക്കനട്ട് പൗഡർ അതെല്ലാം. പിന്നെ ഇതാ കുറച്ച് പൊട്ടിച്ച ബോക്സസ് എല്ലാം ഉണ്ട്, ജാഗരിയുടെ എല്ലാം, അതെല്ലാം ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് ഇതിൽ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഏറ്റവും മേലത്തെ ഗ്ലാസ് റാക്കിലായിട്ടാണ് ഞാൻ ബട്ടർ, ചീസ് അതെല്ലാം വെക്കൽ കേട്ടോ. പിന്നെ ഇതെല്ലാം കുറച്ച് ക്യാൻഡ് ചെറീസും ട്യൂട്ടി ഫ്രൂട്ടീസെല്ലാം ആണ്. പിന്നെ ജാഗരി സിറപ്പ്, പിന്നെ ഇത് സോഡയാണ് കേട്ടോ. ഇത് ഇടയ്ക്ക് നമ്മളിങ്ങനെ ലൈം സോഡ ഉണ്ടാക്കലുണ്ട്, അങ്ങനെ സ്റ്റോക്ക് ചെയ്തതാണ്. പിന്നെ അച്ചാർ, പിന്നെ ഇത് ലെഫ്റ്റ് ഓവർ ചോക്ലേറ്റ് ഗനാഷ് എല്ലാം ആണ് കേട്ടോ. പിന്നെ പൊട്ടിച്ച കണ്ടൻസ്ഡ് മിൽക്ക്, അതെല്ലാം മേലത്തെ റാക്കിലേക്ക് പോയി. പിന്നെ താഴത്ത് കുറച്ച് ലെഫ്റ്റ് ഓവർ ഫുഡെല്ലാം ഉണ്ട്, അതെല്ലാം വെച്ച്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. അതെല്ലാം ഞാൻ ഇങ്ങനെ താഴത്തെ റാക്കിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എൻ്റെ താഴത്തെ റാക്കിൻ്റെ ആ ഒരു വലിക്കുന്നതില്ലേ, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇതാ കുറച്ച് കട്ടിയിൽ തന്നെ ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ 2 ഓർഗനൈസിങ് ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം ഈ ബോക്സിൻ്റെ അകത്തും ഞാൻ കട്ടിയിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ അകത്ത് ക്യാരറ്റ്, പൊട്ടറ്റോസ്, ക്യാപ്സിക്കം അതെല്ലാം വെക്കുന്നത്, മറ്റേതിൽ കുറച്ച് ടൊമാറ്റോസ് എല്ലാം വെക്കുന്നുണ്ട്. പിന്നെന്താ 2 ചെറുനാരങ്ങ ഉണ്ട് കേട്ടോ, അത് ഞാനൊന്ന് ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയെല്ലാം വെജിറ്റബിൾസ് എല്ലാം സ്റ്റോക്ക് ഇല്ലു. അപ്പം അതെല്ലാം വെച്ചിട്ട് ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പം കൂടുതൽ പച്ചക്കറി അതെല്ലാം വാങ്ങുമ്പം അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റം വരുത്തും. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ ഒരു ബോക്സും കൂടെ അതുപോലത്തെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഓർഗനൈസർ ഇല്ല, അത് വാങ്ങിച്ചത് കുറഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ താഴത്ത് ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ഞാൻ ആ ഒരു സ്പേസിൽ ഫ്രൂട്ട്സ് എല്ലാം വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് ലീഫി വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് കേട്ടോ. മല്ലിച്ചപ്പ്, പുതിന, കറിച്ചപ്പ്, പച്ചമുളക്, സ്പ്രിങ് ഓണിയൻ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം എങ്ങനെയാണ് സ്റ്റോർ ചെയ്യലെന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ കറിച്ചപ്പ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് കാണിച്ചു തരാം. കുറച്ച് അധികം തന്നെ ടിഷ്യൂ എടുക്കുക. ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കറിച്ചപ്പ് ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കഴുകുക കേട്ടോ. ഞാൻ കഴുകുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇട്ടിട്ട് അതിലുള്ള വെള്ളയിലുണ്ടല്ലോ നല്ലോണം തുടച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ കറിച്ചപ്പും പച്ചമുളകിൽ ഇട്ട് വെക്കാൻ ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങിയതിന് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ഹാൻഡിലായിട്ട്. ഇതിന് പല സൈസും ഉണ്ട് അതിനവിടെ. അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല എന്തെങ്കിലും ബോക്സ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. എന്നിട്ട് ഇതാ താഴത്ത് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട്. എന്നിട്ട് കറിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറേ കറിച്ചപ്പിലുണ്ടാകുമ്പോൾ ഞാനിങ്ങനെ 2-3 ലെയറായിട്ടാണ് ഇട്ടിടൽ. ആദ്യം കുറച്ച് കറിച്ചപ്പ് ഇടും, എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ടിഷ്യൂ പേപ്പർ വെക്കും.
അങ്ങനെ 2-3 ലെയറായിട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ നാൾ കേടാവാണ്ട് നിൽക്കും കേട്ടോ. ഏറ്റവും മേലെ ആയിട്ട് കുറച്ചും കൂടെ ടിഷ്യൂ പേപ്പർ വെക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇനിയിപ്പോൾ മല്ലിച്ചപ്പെല്ലാം എങ്ങനെയാണ് സ്റ്റോർ ചെയ്യലെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. എനിക്ക് അതുകൊണ്ട് കുറേ നാൾ കേടാവാണ്ട് നിൽക്കലുണ്ട്. ആദ്യം ഇങ്ങനെ വെള്ളയെല്ലാം നല്ലോണം ഒപ്പിയെടുക്കുക. കഴുകണമെങ്കിൽ കഴുകാം കേട്ടോ. ഞാനിപ്പോൾ കഴുകുന്നൊന്നുമില്ല. കഴുകിക്കഴിഞ്ഞാൽ പിന്നെയും ഡ്രൈ ആക്കാൻ നല്ല പണിയായിരിക്കും. അപ്പം അതിലുള്ള വെള്ളം നല്ലോണം ഡ്രൈ ആക്കി മോശമായതെല്ലാം എടുത്ത് കളയുക. എന്നിട്ട് ഇതാ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ടിഷ്യൂവിൽ റോൾ ചെയ്തിട്ട് ഒരു സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവറിലാക്കി എയർ ടൈറ്റ് ആക്കിയിട്ട് ഇതേപോലെ വെച്ചാൽ മതി. ഇനിയിപ്പം ആദ്യം ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ പുതിനയും സ്റ്റോർ ചെയ്യുന്നത്. നല്ലോണം തുടച്ച് വെള്ളയെല്ലാം തുടച്ച് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ടിഷ്യൂവിൽ റോൾ ചെയ്ത് വെക്കുക. പിന്നെ പച്ചമുളകും അതേപോലെ തന്നെ നല്ലോണം വെള്ളയിലുണ്ടെങ്കിൽ അതെല്ലാം ഡ്രൈ ആക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു നെട്ടുണ്ടല്ലോ അതിങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് സ്റ്റോർ ചെയ്യുക. അതും നമ്മൾ എല്ലാം സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ടിഷ്യൂ പേപ്പർ വെക്കുക, എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ കുറേ പച്ചമുളക് ഉണ്ടാകുമ്പോൾ ഞാൻ കറിച്ചപ്പിലെല്ലാം ചെയ്തിട്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂ പേപ്പർ വെക്കലുണ്ട്. പിന്നെ സ്പ്രിങ് ഓണിയൻ ഞാനുണ്ടല്ലോ ഇങ്ങനെ മുറിച്ചിട്ട് കഴുകിയിട്ട് ഇതേപോലെ മുറിച്ചിട്ട് ഒരു സിബ്ബർ ബാഗിലാക്കിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യൽ. സ്പ്രിങ് ഓണിയനിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും റെസിപ്പിയിലല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ കുറേ നാളങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാനും കഴിയില്ല. അപ്പോൾ വാങ്ങിയ പാടെ തന്നെ വേഗം വാഷ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ച് സിപ്പർ ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും. അന്നേരം എന്തെങ്കിലും റെസിപ്പിക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഐസോഡ് തന്നെ എടുത്തിട്ട് റെസിപ്പിയിലേക്ക് ഇടലാണ് കേട്ടോ. അപ്പം മിക്സ് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടായിക്കോളും. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഓർഗനൈസിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഓർഗനൈസേഷൻ ഒന്നും പറയുന്നില്ല കേട്ടോ. എൻ്റേതായ രീതിയിൽ കുറച്ച് ഐറ്റംസ് എല്ലാം വെച്ച് നീറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ തൃപ്തിക്ക് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും വീഡിയോസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും, ചെറിയ ഐഡിയാസ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ, ഇനി ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത നല്ല റെസിപ്പീസ് ആ വീഡിയോസെല്ലാം ആയിട്ട് കാണാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നോമ്പിന് മുന്നേ ഇടാൻ വിചാരിച്ച വീഡിയോ ആണെങ്കിലും ഇങ്ങനെ വേറെയും വീഡിയോസെല്ലാം എടുത്ത് വെച്ചിന് കേട്ടോ. നോമ്പിന് മുന്നേ ഇടാൻ കുറച്ച് DIYസും ഹോം ഡെക്കറേറ്റ് ചെയ്യുന്നതും അങ്ങനെയെല്ലാം വീഡിയോസെല്ലാം എടുത്ത് വെച്ചിന്. ഇനിയിപ്പം അതെല്ലാം ഇടലുണ്ടാവുമെന്നൊന്നും പറയാൻ കഴിയില്ല. ഇനിയിപ്പം നോമ്പായില്ലേ, ഇപ്പം നോമ്പിൻ്റെ തിരക്കും റെസിപ്പീസെല്ലാം ഉണ്ടാവും. അപ്പം എന്തായാലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ എന്തായിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി റമളാൻ കരീം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.